ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫസ്റ്റ് ഡിഷ് എന്ന് പറയുന്നത് മുരൽ ഫ്രൈ ആണ്. മീൻ വെട്ടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം മസാലയാണ്. മസാലയ്ക്ക് നമ്മൾ വേണ്ടത് കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എന്നിവ നല്ല രീതിയിൽ അരച്ചെടുക്കുക. നമ്മുടെ മുരൽ എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള ഇഞ്ചിയും കുരുമുളകും കാന്താരിയൊക്കെ ഇട്ടാൽ മതി. ആവശ്യത്തിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാലയ്ക്കുള്ള ഐറ്റമായി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി മസാല പരുവത്തിൽ ആക്കുക. മസാല പരുവത്തിനാക്കിയ ശേഷം നമ്മൾ വൃത്തിയായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരലിനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കണം. മുരലിനകത്ത് മസാല നമ്മൾ ഒരു 5-10 മിനിറ്റ് പുരട്ടി അവിടെ ഇങ്ങനെ വെക്കുക, മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വേണം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കാൻ വേണ്ടി. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാഴയില വേണമെന്നില്ല, വാഴയില നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. വാഴയിലയുടെ അത്രയ്ക്ക് അത്യാവശ്യമില്ല. നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുരൽ മുഴുവൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ എണ്ണയ്ക്കകത്ത് അടുക്കി പറക്കി വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുരൽ ഫ്രൈ റെഡിയാകും. തിരിച്ചും മറിച്ചും ഇടാൻ പ്രത്യേകം ഓർപ്പിക്കേണ്ട കാര്യമില്ല. മീൻ വറക്കാൻ അറിയാവുന്നവരാണ് എല്ലാവരും. ഗാർണിഷിനായിട്ട് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മുരലിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ മുരൽ കറുമുറാൻ തിന്നാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. മുള്ളൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത സാധനമാണ്. എടുത്ത് കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റും ഗുണവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സിലോൺ ചീര എന്നറിയപ്പെടുന്ന ഒരു ചീര വർഗ്ഗമാണ്. ഇതിനെ വേലിച്ചീര എന്ന് സ്ഥിര സ്ഥലത്ത് പറയുകയും ചെയ്യും. നമ്മൾ ചീര അരിയാൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒരു തരം ചീരയാണ്. ഇത് വെക്കുന്ന ഒരു പ്രത്യേക തരത്തിലാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഇത് വെക്കാൻ അറിയാവുന്ന ഒരുപാട് പേര് കാണും, പക്ഷെ നമ്മൾ വെക്കുന്നവരൊന്ന് വെച്ച് നോക്കൂ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും. നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് മസാല റെഡിയാക്കുകയാണ്. അതിനെ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് നല്ല രീതിയിൽ പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചതച്ച 1.5 അല്ലി വെളുത്തുള്ളി ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കും. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സിലോൺ ചീര അതിൻ്റെ മുകളിലേക്കിട്ട് പതിയെ ഇളക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്യേണ്ടത്, ഓവർ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ അടുക്കിൽ നിന്ന് മാറിപ്പോയി നിൽക്കരുത്. എപ്പോഴും ഇളക്കിക്കൊണ്ട് കൊടുത്ത് തന്നെ ഇരിക്കുക. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. നമ്മുടെ സിലോൺ ചീര ഏകദേശം നല്ല രീതിയിൽ വെന്ത് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1.5 സ്പൂൺ നമ്മൾ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കുക. നമ്മളിപ്പോൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടില്ല, ഉപ്പും കുരുമുളകും. അതൊന്ന് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് പിടിച്ച് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കാണ് അതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളകി കഴിയുമ്പോഴത്തേക്ക് അല്പം എരിവിന് വേണ്ടി നമ്മൾ ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനാവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടതിന് ശേഷം ഉപ്പ് അതും ആവശ്യത്തിനനുസരിച്ച്. ഇത്ര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഇത്ര സ്പൂൺ നമ്മൾ പറയുന്നില്ല, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് എത്ര വേണോ അതിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിനുശേഷം ഇത് അടച്ച് ഒരു 3 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നതിന് മുമ്പ് അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടി അടുപ്പത്ത് വെക്കുക.
കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മുടെ തോരനൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊത്തി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിലോൺ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ ചീരത്തോരനിൽ നിന്നൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. നിങ്ങളത് കഴിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും തൊടിയിലും പറമ്പിലും ഒക്കെ കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ സിലോൺ ചീര എന്നുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായെന്നുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക.